അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഓഗസ്റ്റ് മാസത്തിലെ മന്ത്ലി സ്റ്റേറ്റ് YP പ്രോഗ്രാമിനോടനുബന്ധിച്ച് നമുക്ക് കൂടി വരുവാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ച് ഈ മാസത്തെ YP സ്റ്റേറ്റ് പ്രോഗ്രാം നമുക്കിവിടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി സാംസ് റീഡിങ്ങിനായിട്ടും ബൈരതി ചിർച്ചക്കോടിലെ സിസ്റ്റർ ഓമന പ്രാർത്ഥനയ്ക്കായും സാംസ് റീഡിങ്ങിനായിട്ട് ബ്രദർ ജിൻസൺ എബ്രഹാമിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. നല്ല പിതാവേ, മനോഹരമായ നല്ല പകൽക്കാലത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. വിശുദ്ധാരാധനയ്ക്ക് ശേഷം കർത്താവേ വൈപ്പിയോടനുബന്ധിച്ച് ഞങ്ങൾ കടന്നു വരുവാൻ സ്വർഗം അവസരം തന്നതിനായ സ്തോത്രം കർത്താവേ. ഇന്നത്തെ പകൽക്കാലത്തെ YP മീറ്റിംഗ് ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രോഗ്രാം ഏറ്റിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവരേറ്റിരിക്കുന്ന പ്രോഗ്രാം ഭംഗിയായി ചെയ്യുവാനുള്ള കൃപ ദൈവം തന്റെ മക്കൾക്ക് ദൈവം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മീറ്റിംഗിന്റെ പ്രാരംഭം മുതൽ അവസാന നിമിഷം വരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പൽക്കാലം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ദൈവങ്ങളെ താഴ്ത്തുന്നു കർത്താവേ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അധ്യക്ഷനും വൈദ്യാംഗങ്ങൾക്കും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ സങ്കീർത്തന വായനയ്ക്ക് തിരഞ്ഞെടുത്ത സങ്കീർത്തനമാണ് 16 വായിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ല അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രി കാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. പ്രാർത്ഥിച്ച പ്രിയ ബ്രദർ ജിൻസൺ എബ്രഹാമിനും സാംസ് റീഡ് ചെയ്ത പ്രിയ സിസ്റ്റർ ഓമനയ്ക്കും അവിടെയുള്ള ദൈവസഭയ്ക്കും ദൈവദാസനും കുടുംബത്തിനും സ്റ്റേറ്റ് YPയുടെ നന്ദി അറിയിക്കുന്നു. ദൈവം അവിടെയുള്ള പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വളരെ നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പരിശ്രമിക്കുകയും ചെയ്തതുപോലെ ഒരുപാട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്താണ് ഒരു മന്ത്ലി YP സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. എന്നാൽ ആ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടു. നമുക്കത് ആരംഭിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. നമ്മൾ എന്താണ് മന്ത്ലി YP എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാമിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ സഭകളിലുള്ള നമ്മളുടെ ലോക്കൽ ചർച്ചുകളിലുള്ള YPയിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല ചർച്ചുകളിലുള്ള പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ഓൺലൈനിലുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചർച്ചിൽ വളരെ കഴിവുകളുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ യുവജനങ്ങളൊക്കെ ഉണ്ട്. അവരുടെ താലന്തുകൾ മറ്റുള്ളവരിലേക്ക് എത്തുവാൻ, മറ്റുള്ളവർ അവരെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് സ്റ്റേറ്റ് YP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേവലം ടാലൻറ്റ് ടെസ്റ്റുകളിലും മറ്റു പ്രോഗ്രാമുകളിലും അല്ലെങ്കിൽ ആരും അറിയാതെയുള്ള ചില YP പ്രോഗ്രാമുകളിലൊക്കെ ഒതുക്കിത്തീരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റ് ദൈവമക്കളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ YP ആരംഭിച്ചിരിക്കുന്നത്. ദൈവം ഈ YP പ്രവർത്തനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ പ്രാർത്ഥനയെ ക്ഷണിക്കുന്നു. ഇതിനുവേണ്ടി ഒത്തിരി അധ്വാനിക്കുന്ന YP സെക്രട്ടറിമാരെയും ഈ സമയം ഓർക്കുകയാണ്. ഓരോ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് ഒരു ആക്ഷൻ സോങ്ങിലേക്ക് പോവുകയാണ്. ജാലഹള്ളി ചർച്ചിലെ പ്രിയ കുഞ്ഞുങ്ങൾ ലിയാന ആൻഡ് ഹെപ്സിബ അവരെ കിഡ്സ് ആക്ഷൻ സോങ്ങിന് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Turn to
നല്ല രീതിയിൽ ആക്ഷൻ സോങ് കളിച്ച പ്രിയ കുഞ്ഞുങ്ങൾ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ദൈവസഭയെ, അവിടെയുള്ള ദൈവദാസനും കുടുംബത്തെയും ഈ തരുണത്തിൽ നിങ്ങൾ ഓർക്കുന്ന അവിടെയുള്ള പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ ഒരു സോളോ സോങ്ങിന് വേണ്ടി പോവുകയാണ്. ബനാർഘട്ട ചർച്ചിൽ നിന്ന് പ്രിയ സിസ്റ്റർ അൻസു തുടർന്ന് നമുക്ക് വേണ്ടി മനോഹരമായ ഒരു സോളോ സോങ് ആലപിക്കുന്നതായിരിക്കും. വളരെ മനോഹരമായി അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിച്ച സിസ്റ്റർ അൻസുവിന് വേണ്ടി നന്ദി പറയുന്നു. അവിടെയുള്ള പ്രവർത്തനങ്ങളെ, ദൈവസഭയെ, അവിടെയുള്ള ദൈവദാസനെ, കുടുംബത്തെ എല്ലാം ഈ തരുണത്തിൽ സ്റ്റേറ്റ് YP ഓർക്കുകയാണ്. അടുത്തതായി നമ്മളൊരു ഭാവന കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഹൊസൂർ ചർച്ചക്കോടിൽ നിന്ന് സിസ്റ്റർ ബ്ലസ്സിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സ്നേഹമാണ്. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഉപന്യാസ അവതരണമാണ്. എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അടിത്തറയും ആധികാരികതയും നൽകുന്ന ഒന്നാണ് വിശ്വാസം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല എന്നും അത് ദൈവിക ജീവിതത്തിന്റെ ഹൃദയമാണെന്നും ബൈബിൾ നമ്മോട് തുറന്നു പറയുന്നു.
വിശ്വാസം കാണാൻ കഴിയാത്തവരെ കൈവരിക്കുക എന്ന് ആത്മീയ വിശ്വാസമാണല്ലോ. നമ്മുടെ കാഴ്ചയുടെ അതീതമായ ദൈവത്തിന്റെ നീതിയും കരുണയും നമ്മുടെ ജീവിതത്തിൽ പ്രഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസം എന്താണ്? വിശ്വാസം എന്നാൽ നാം സത്യമായി കരുതുന്ന യാഥാർത്ഥ്യങ്ങളെക്കുള്ള സമ്മതമാണ്. യേശുക്രിസ്തു ദൈവത്തിനാണെന്നും അവൻ മനുഷ്യരുടെ പാപങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടുവെന്നും അവൻ മരിച്ച 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും വിശ്വസിക്കേണ്ടത് നിർബന്ധിതമാണ്. വിശ്വാസം മനസ്സിന്റെ ഒരു തീരുമാനമാണെങ്കിലും വിശ്വാസം ഹൃദയത്തിന്റെ സമർപ്പണമാണ്. ചന്ദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ നെബൂഖദ്നേസർ രാജാവ് വിരീണ തിരിച്ചോളിൽ ഇടുവാൻ കൽപ്പിച്ചു. എങ്കിലും അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു കർത്താവ് അവരെ രക്ഷിക്കുമെന്ന്. ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ ആശ്വാസം നൽകുന്ന വിശ്വാസമാണ്. 2 കൊരിന്ത്യർ 5:7 പറയുന്നു, ഞങ്ങൾ കാഴ്ചയിലല്ല വിശ്വാസത്തിലത്രയും നടക്കുന്നത്, കാഴ്ചയുടെ ഇല്ലായ്മയിലും നമുക്ക് ദൈവം കൈപിടിച്ച് നയിക്കും എന്ന ഉറപ്പാണ്. അതാണ് വിശ്വാസം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ദൈവത്തിന്റെ ഒരു ഉറച്ച വിശ്വാസമുള്ളവരായി നാം വളരേണ്ടതാണ്, അത്യാവശ്യമാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പോലും ദൈവം ജീവിച്ചിരിക്കുന്നവൻ ആണെന്നും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു നല്ല വിശ്വാസം പ്രവൃത്തികളാൽ തെളിയിക്കപ്പെടണം. മറ്റുള്ളവരോട് ദയയും സ്നേഹവും കരുണയുള്ളവരായിരിക്കണം. നീതിയോടെ നടപ്പാൻ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആയതിനാൽ പ്രിയ വൈപി അംഗങ്ങളെ, നമ്മൾ ഇന്ന് കേട്ട വിശ്വാസം എന്ന വിഷയവുമായി നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും വിശ്വാസത്തോടെ മുന്നേറാം എന്നുള്ള ആഹ്വാനത്തോടെ ഈ ഉപന്യാസ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായ രീതിയിൽ ഭാവന അവതരിപ്പിച്ച പ്രിയ സിസ്റ്റർ ബ്ലസ്സി, പ്രിയ ദേവദാസിക്ക് നന്ദി അറിയിക്കുന്നു. അവിടെയുള്ള ദൈവസഭ, അവിടെയുള്ള ദൈവദാസിനി കുടുംബത്തെ ഈ തരുണത്തിൽ സ്റ്റേറ്റ് YP ഓർക്കുകയാണ്. അടുത്തതായി നമ്മളൊരു ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി പോവുകയാണ്. ഭൈരതി ചർച്ച് ഹോളിലെ പ്രിയ കുഞ്ഞുങ്ങൾ അഭിഷായ്, ജുവൽ, ജോഷുവ, ഏഞ്ചലിൻ, ഈ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് സോങ് അതിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. He is my all, He is my everything, both great and small. He gave His life for me, made everything new. He is my everything, now how about you? He is my everything, He is my all. He is my everything, both great and small. He gave His life for me, made everything new. He is my everything, now how about you? Like honey in the rock, sweet honey in the rock. Lord, He says like honey in the rock. Oh, taste and see that the Lord is good, for He tastes like honey in the rock. Oh, taste and see that the Lord is good, for He tastes like honey in the rock. സർവം നീ എനിക്കുള്ളതും, നീ എൻ്റെ സർവം എല്ലാറ്റിനും. നിൻ ജീവൻ എനിക്കായി തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിനും. തേനിലും മധുരമായി, തേനിലും മധുരമായി, യേശു ക്രിസ്തു മാധുരമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുരമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുരമായി. വളരെ നല്ല രീതിയിൽ ഗാനങ്ങൾ ആലപിച്ച പ്രിയ കുഞ്ഞുങ്ങളെ
ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരുടെ താലന്തുകളൊക്കെ ദൈവരാജ്യമഹത്വത്തിനായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങൾ അഭിഷായ്, ജുവൽ, ജോഷുവ, ഏഞ്ചലിൻ, പ്രിയ കുഞ്ഞുങ്ങളെ നന്ദി അറിയിക്കുകയാണ്. അവിടെയുള്ള ദൈവസഭയും ദൈവദാസനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി മനോഹരമായ ഒരു സ്കിറ്റ് നമ്മൾ കാണുവാൻ വേണ്ടി പോവുകയാണ്. ആ സ്കിറ്റിന് വേണ്ടിയിട്ട് കോരമംഗല ചർച്ചകളിലെ പ്രിയ യുവജനങ്ങളെ ഈ സമയം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വലിയൊരു കണ്ടുപിടുത്തമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വോയിസ് അസിസ്റ്റന്റുകൾ, സ്വയം ഓടുന്ന കാറുകൾ, സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സോഫിയ പോലുള്ള റോബോട്ടുകൾ, ഇവയെല്ലാം നമ്മൾ കണ്ടതും കേട്ടതുമാണ്. മനുഷ്യനേക്കാൾ മെച്ചമായി പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ ഇതിന്റെ ദീർഘകാല അപകടം അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നതിലാണ്. കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന് നിർദ്ദിഷ്ടമില്ലാത്ത രീതിയിൽ പഠിച്ചാൽ അതിനെ നിയന്ത്രിക്കാനാകില്ല. ഇന്നത്തെ ഈ YP സെഷനിൽ ഞങ്ങൾ നിങ്ങളെ ഒരു റോബോട്ടിക്സ് ഡെവലപ്മെന്റ് AI സെന്ററിലേക്ക് നിങ്ങളെ ചോറിയൻ CEO ആണല്ലോ. Yeah, hello sir. Joel, Yes sir. I need this project by today itself. Yes sir, ഇന്നലെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കി തരും. Please do it today without fail, okay? Yes sir, sure. Yeah, thank you. Okay, thank you sir. എടാ എഫിനെ, ആ വർക്കിന്റെ കാര്യം എന്തായി? പ്രോജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞോ നീ? നമ്മളിപ്പം ഫൈനൽ സ്റ്റേജിലാണ്. ഓക്കെ, ആ CA കൊണ്ട് എനിക്ക് ഒരു ഇതുമില്ല. നല്ല തലവേദനയാണ് പുള്ളിക്കാരന്റെ തലയിലേക്ക് വെച്ചെന്ന് തോന്നുന്നു. ഇന്ന് തന്നെ നമ്മൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കും കേട്ടോ. ഓക്കെ, ഇന്ന് രാത്രിയോടെ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് പുതിയൊരു ജോയിനി ഉണ്ട്. സാറേ, എൻ്റെ പേര് ഷെബിൻ. ഓക്കെ സാറേ, എനിക്കൊരു സംശയമുണ്ട്. സാർ, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ലളിതമായ ഭാഷകൾ ഈ ലോകത്തിലൊന്നല്ലടാ ജീവിക്കുന്നേ. നിന്റെ കയ്യിൽ ChatGPT ഇല്ലേ? ആ ChatGPT ഓണാക്കി നീ അത് സെർച്ച് ചെയ്യാൻ മേലായിരുന്നോ? ഞാൻ ഇപ്പൊ ശരിയാക്കിയതാണ്. ഹലോ ChatGPT, ഒന്ന് പറയാൻ സാധിക്കുമോ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന്? ഹായ് ജെറി, കമ്പ്യൂട്ടറുകൾ മനുഷ്യബുദ്ധിക്ക് സമാനമായി പ്രവർത്തിപ്പിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കൊണ്ട് 100 അല്ലെങ്കിൽ 1000 കണക്കിന് ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കി ഡാറ്റ പ്രിപ്പയർ ചെയ്ത് ഓരോ സാഹചര്യത്തോടും എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കുന്ന രീതിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ ഈ ഉത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? താങ്ക് യു ChatGPT. നിനക്ക് മനസ്സിലായോ? ഒന്നുമില്ലല്ലോ, എല്ലാ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ. എടാ പിന്നെ നമ്മുടെ ആ ബ്ലസ്സന്റെ ആ കമ്പനിന്ന് ആ ചിപ്പ് കൊണ്ടുവരുന്നു കൊണ്ടുവന്നായിരുന്നു. ബ്ലസ്സന്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ അവൻ ഇതിന്റെ പേര് പറഞ്ഞ് ഒരു ബിസിനസ് കേസ് ഉണ്ടാക്കി ജർമ്മനിയിലേക്ക് പോവാൻ ഇരിക്കുമായിരുന്നു. നമുക്ക് കിട്ടിയത് കൊണ്ട് നന്നായി പെട്ടെന്ന്. നന്നായി. എടാ നീ ഇവന്റെ മുഖത്തേക്ക് വന്ന് നോക്കിക്കേ. ഇത് നമ്മുടെ ആ കോറമംഗല ചർച്ചിലെ നെബുവാസയുടെ മോൻ ആശയറടാ കിടക്കുന്നു. അവന്റെ മുഖഛായ പോലെ ഉണ്ടല്ലോ. ഇല്ലേ? അതേപോലെ തന്നെയൊക്കെ തോന്നുന്നുണ്ട്. ആ ഫേസിന്റെ ഒക്കെ രൂപം കണ്ടിട്ട് അതെ ഏകദേശം അതേപോലൊക്കെ തന്നെ തോന്നുന്നു. ശരിയാണല്ലോ. എടാ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ മുഖത്തിന്റെ ആ ഷേപ്പ് മാറ്റി എന്റെ മുഖം വെക്കാൻ പറ്റുമോ നിനക്ക്? ഈ റോബോട്ട് വർക്ക് ചെയ്യണമെന്നാണോ അതോ ഇങ്ങനെ കിടക്കണമെന്നാണോ ആഗ്രഹം? അതല്ലടാ ഞാൻ പറഞ്ഞേ. എന്താ വെച്ചാൽ ആ ശനിയാഴ്ച ആ സന്തോഷ് ബ്രദറിനെ കൊണ്ട് ഞാൻ മടുത്തിരിക്കുക. ശനിയാഴ്ച ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോ അയാൾ തുടങ്ങും, എടാ ചേർന്ന് നീ പ്രാർത്ഥനയ്ക്ക് വാടാ എന്ന്. അത് തുടങ്ങുമ്പോ മോനെ എനിക്ക് ആ തലവേദന എടുക്കും. ഇപ്പൊ അതാണെന്നുണ്ടെങ്കിൽ ഇവന്റെ മുഖച്ചായ മാറ്റി എന്റെ മുഖച്ചായ വെക്കുവാണെന്നുണ്ടെങ്കിൽ ആ ബോസിനോട് എക്സ്ക്യൂസ് ചോദിച്ചിട്ട് ഇവനെ ഇരുത്തിയാൽ മതിയല്ലോ. ഈ റോബോട്ടിനെ ചർച്ചിൽ ഇരുത്തി കഴിഞ്ഞാൽ പാസ്റ്റർ പറഞ്ഞ എല്ലാ ലിസ്റ്റുകൾക്കും ഇവൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ സന്തോഷ് ബ്രദർ ചോദിക്കുമ്പോൾ ഞാൻ കറന്റ് അവിടെ അവൈലബിൾ ആണ്. എങ്ങനെയുണ്ടായി എന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. അത് നമ്മുടെ റോബോട്ട് ഒന്ന് വർക്ക് ആവട്ടെ. ഒന്ന് നീ ട്രൈ ചെയ്യണേ. നോക്കാം. ഓക്കെ. ചെറുക്കൻ ആടാ
എടാ സുഖമായിരിക്കണോ? എന്താ വിശേഷം? ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. തട്ടിമുട്ടിയൊക്കെ എന്താണ് നീ കുറെ നാളോട്ട് ഈ സാധനം ഇവിടെ കേട്ടത്? എടാ ഇത് ഞങ്ങൾ ഇപ്പോഴത്തെ പ്രോജക്റ്റാ, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന റോബോട്ടാണ്. ഇത് ഇവിടെ കുറെ നാളുകൊണ്ട് ഞാൻ കിടക്കുന്നതാണ്. ഞാൻ പോകുമ്പോഴെല്ലാം എനിക്ക് കാണാൻ അങ്ങനത്തെ വർത്തമാനം എന്തിനാണ് നീ പറയുന്നേ? നിങ്ങളെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് എനിക്ക് ഓ, അറിയാം. നീ അടുത്ത പ്രാവശ്യം വന്നേക്കാൻ മുൻപേ ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കും. നിന്റെ കയ്യിലെന്താണോ ഫോണൊക്കെ? ഇത് നമ്മുടെ തോംസൺ ചാനൽ ജോഷും ഒക്കെ രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. അതിനെ ഞങ്ങൾ പോവാണോ? അതെ, പിന്നെ എന്റെ ലാപ്ടോപ്പ് ഞാൻ റെഡി വെച്ചിട്ടുണ്ട്. ടീംസ് ഒന്ന് അടക്കിയിട്ടായിരുന്നു. അയാളെ വിളിക്കാം. എടാ നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നോ? അവൻ കളിയാക്കി പോയി കേട്ടായിരുന്നോ? പക്ഷെ നിങ്ങൾ ഒരിക്കലും നീ കോൺഫിഡന്റ് ആവരുത്. നമുക്ക് ഈ റോബോട്ടിനെ ഇന്ന് തന്നെ നിർത്തിക്കണം കേട്ടോ. എടാ ആ ചിപ്പ് എവിടെ? ആ ചിപ്പ് ഒന്ന് കണക്ട് ചെയ്തേ. ആ ചിപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇവന്റെ ഈ ബാലൻസും കാര്യങ്ങളൊക്കെ ശരിയാക്കണം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യണം. എഴുന്നേപ്പിച്ചു എന്തോ ബാലൻസിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ. എടാ ബാലൻസിന്റെ കോഡ് റെഡിയാക്കിയാണ് സെറ്റ് ആക്കിയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് രാത്രിക്ക് തന്നെ മാക്സിമം പോയ നാളെ രാവിലെ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മുടെ സീനിയറിനെ ഏൽപ്പിക്കണതാണ്. ഓക്കെ, യു പീപ്പിൾസ് ബോത്ത് വർക്കിംഗ് ഹാർഡ്. ഓക്കെ. അവരങ്ങനെ ദീർഘമായ ഒരു പ്രയത്നത്തിന് മുതിർന്നുകൊണ്ട്, എന്നാൽ അവരുടെ പ്രയത്നത്തിന് ഫലം കാണാതെ നേരം ഇരുട്ടി തുടങ്ങി. സന്ധ്യയാണ്. നീ പറഞ്ഞില്ലായിരുന്നു ലാസ്റ്റ് ടൈം ചാലഞ്ച് ചെയ്തില്ലായിരുന്നു ഞാൻ നിർത്തുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ പിന്നെ ഞാൻ ഈ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങൾ ഇതിനെ പ്രവർത്തിപ്പിച്ചിരിക്കാം, ഉറപ്പാ. നീ എന്താണ് കളിയാക്കുന്നത്? നീ എന്താ ഇപ്പൊ സഞ്ചിയൊക്കെ എടുത്തോണ്ട് കുറെ ഡബ്ബകളുണ്ടല്ലോ. നമ്മുടെ മോളിച്ച ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് വൈകുന്നേരം ഹോട്ടലിൽ. ബാക്കി വരുന്നൊക്കെ ഇതിനകത്ത് ഇട്ടോണ്ടാ പോവാല്ലോ. ഹോസ്റ്റലിലൊക്കെ ഭയങ്കര വിശപ്പൊക്കെ. നല്ല പോളിംഗ് ആണല്ലോ ഇന്ന്. കുഴപ്പമില്ല, വേണമെങ്കിൽ വരാം കേട്ടോ. ഓക്കെ, നല്ല വർക്കുണ്ടോ? ഞാൻ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ഇവന് ഇതിനൊക്കെ പോകാൻ സമയമുണ്ട്. പ്രയറിന് മാത്രം വിളിച്ചാൽ വരത്തില്ല. കേട്ടില്ലെന്നൊക്കെ വിട്ടേക്കും. നീ കുട്ടണം പോണേ. ഡെഫിനേഷനിൽ പണി ചെയ്യണോ കുത്തിരുന്നോളാണ്. ഞാൻ പറയാതെ അവിടെ എണീറ്റ് പോയത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കോഡ് കണ്ടോ? ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്ത കോഡ് നോക്കും. ഇതൊക്കെ ഇപ്പൊ എനിക്കൊന്ന് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ കോഡ്. നമുക്കൊന്ന് റോബോട്ടിനെ റൺ ചെയ്ത് നോക്കിയാലോ? അല്ലാതെ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യണം. ആദ്യം കമന്റിന്റെ കോഡ് നീ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ആദ്യം ഇവന്റെ കണ്ണ് തുറപ്പിക്കണം. ഓക്കെ, റോബോ ഓപ്പൺ യുവർ ഐസ്. നമ്മുടെ കോഡൊക്കെ കറക്റ്റ് ആവുന്നോടാ. കണ്ണ് തുറക്കുന്നുണ്ടല്ലേ? തുറന്നു പറഞ്ഞു. നീ അടുത്ത കമന്റിന് കോഡ് ചെയ്തേ. റോബോ ടേൺ ലെഫ്റ്റ്. റോബോ ടേൺ റൈറ്റ്. നല്ലപോലെ ചെയ്തല്ലോ. നീ ഇവിടെ ഒന്ന് എത്തണ്ടല്ലോ മോനെ. എടാ ഞാൻ നിനക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. മറ്റേ ഡെഫിനേഷനിൽ എന്താണ് നീ ചോദിച്ചു പറഞ്ഞിരുന്നില്ലായിരുന്നു? അതിലെന്തായിരുന്നു പറഞ്ഞേ? ആയിരക്കണക്കിന് ആളുകൾ സ്വഭാവം മനസ്സിലാക്കി ഡാറ്റ പ്രിപ്പയർ ചെയ്ത് സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പൊ ഞാൻ എനിക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്വഭാവമുള്ള ഈ AI റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരു പാട്ട് ഇവരോട് ചോദിക്കും. റോബോ സിംഗ് എ സോങ്. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതരെ സീഡാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്
നമ്മുടെ പ്രോജക്റ്റ് അടിപൊളിയായി. നന്നായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ എവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ കളിയാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഡാനി നമുക്കൊരു പണി കൊടുത്താലോ? കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ റോബോട്ടിനെ കളിയാക്കിട്ട് പോയത് പണി നമുക്ക് ഇന്ന് കൊടുക്കണം. അവൻ നാളെ വരും. നാളെ രാവിലെ വരുമ്പോഴേക്കും നമുക്ക് ഒരു കാര്യം ചെയ്യണം. നീ ഇന്ന് രാത്രി ഇരുന്ന് അവിടെ പണി കൊടുക്കാനുള്ള കോഡൊക്കെ സെറ്റാക്കി വെക്കണം. മനസ്സിലായോ? രാത്രി ഇരുന്ന് കോഡ് സെറ്റാക്കി വന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ നീ അത് നല്ല ഹാർഡായിട്ട് പണി ചെയ്യണം. പണി ചെയ്തിട്ട് നാളെ രാവിലെ ഞാനത് വിളിക്കും. ആ സമയത്ത് നീ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വരും. കേട്ടോ? ഓക്കെ. വേണോ നീ എന്താണ് ഇരിക്കാനാണോ പറഞ്ഞത്? നീ അവിടെ ഇരുന്ന് പണി ചെയ്തോളൂ. കേട്ടോ? നാളെ ഈ പണി കഴിഞ്ഞിട്ട് പോയാൽ മതി. മനസ്സിലായോ? ഓക്കെ. അങ്ങനെ ആ ദിവസം അവർ കുതന്ത്രത്തിന് വേണ്ടി ഉപയോഗിച്ചു. മനുഷ്യന് ലഭിച്ച വിജ്ഞാനവും കഴിവുകളും നല്ലതായി ഉപയോഗിക്കേണ്ടതിന് പകരം കപടതയ്ക്കും പ്രതികാരത്തിനുമായി മാത്രം ഉപയോഗിച്ചു. ചിന്ത ചതിയായി, കഴിവ് കലുഷമായ ശത്രുതയായി മാറി. സ്നേഹവും കരുണയും ഇല്ലാത്ത ശൂന്യമായ രാത്രിയിലേക്കുള്ള യാത്ര. അതിൽ അവിൻ കിടന്ന് നല്ല ഉറക്കം. ഗുഡ് മോർണിംഗ്. എന്താ ഈ നോണി എല്ലാം സെറ്റല്ലേ? കറക്റ്റ് അല്ലേ? ഒരു മാറ്റം ഉണ്ടാവില്ല. അവര് കൊടുക്കാനുള്ള പണി കൊടുത്തിരിക്കും. എട്ടിന്റെ പണി നമ്മൾ കൊടുത്തിരിക്കും. എനിക്കൊന്ന് വിളിച്ചു പറയട്ടെ. ഹലോ ഹലോ ഡാനി അല്ലേ? പറഞ്ഞോ. എടാ ഡാനി ഒന്ന് ഇവിടെ ഓഫീസിൽ വരാൻ പറ്റോടാ? ഞാൻ ഓഫീസിലോട്ട് വരുവാടാ. നീ എന്താ പെട്ടെന്ന് വിളിക്കുന്നത്? അത്യാവശ്യമുണ്ട്. എടാ നമുക്കൊരു ട്രീറ്റ് തരാൻ വേണ്ടി ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുക. നിന്റെ ജീവിതത്തിൽ നീ പറയാത്ത കാര്യം നീ ആദ്യമായിട്ട് എന്തോടെ അതൊരു സർപ്രൈസ് ആണ്. നീ ഒന്ന് കേറി വന്നേ. ഞാൻ വരും. എന്തായാലും ഞാൻ എത്തി വരും. എന്താണ് വിശേഷം? പെട്ടെന്നൊക്കെ നീ ഇവിടെ കേറി വന്ന് എനിക്കൊരു കാര്യം കാണിച്ചു തരാൻ. നീ കുറെ നാളായല്ലോ നീ എന്തോ കളിയാക്കാൻ തുടങ്ങിയില്ല. കളിയാക്കാൻ പോടോ നീ. നിനക്കൊരു പണി തരാൻ വേണ്ടി ആ പണിയുടെ പോടൊന്ന് നീ ചെയ്തേടാ. കംപ്ലീറ്റ് ചെയ്തേ. കലാപരിപാടി തുടങ്ങാൻ പോകുന്നുള്ളൂ. Oh my God! Oh, this is a system intervention. I don't think longer in the program. Oh my God! എന്റെ ഭാര്യ എന്താ പറഞ്ഞ പണിക്കെടുക്കരുത്. നിന്നെ ടീം ലീഡായിട്ട് എനിക്ക് തന്നപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇനി എന്തൊക്കെ മനുഷ്യൻ കുറ്റം പറയുമെന്നും. ഓക്കെ, നൗ ഇറ്റ് ഇസ് കൺട്രോൾ. ഓക്കെ, റോബോട്ട് സ്റ്റോപ്പ്. ഓ മകളെ, അനിയന്മാരെ, ഇങ്ങനെ ആർക്കും പണി കൊടുക്കരുത്. രണ്ടുപേരും പണിഞ്ഞ് ക്ഷീണിച്ചല്ലോ. എന്തിയാ മൂന്നാം പേർക്കും ഉണ്ടായിരുന്നല്ലോ. വന്നതും കൊള്ളാം, നിന്നതും കൊള്ളാം. എന്തിയാ പിള്ളേരെ, നിങ്ങൾക്ക് നല്ല കഴിവൊക്കെ ഉള്ള വ്യക്തികളാണ്. എക്സ്പീരിയൻസ് ഉള്ള ക്വാളിഫിക്കേഷനും ദൈവഭയം ഇച്ചിരിയൊക്കെ ഉണ്ട്. നിങ്ങൾ ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? അതിൻ്റെ അകത്ത് സഭാപ്രസംഗിൽ ഒരു അധ്യായത്തില്ല. സഭാപ്രസംഗം എഴുതിയ ആരാന്നറിയാമോ? ശലോം. അതിനു മുമ്പും അതിന് മുമ്പും അതുപോലെ ഞാൻ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. അദ്ദേഹം
ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു. നിങ്ങൾക്ക് തന്നേക്കുന്ന ഈ കഴിവും ബുദ്ധിയും ഒക്കെ മനുഷ്യ നന്മയ്ക്കും നല്ല കാര്യങ്ങൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ ദ്രോഹത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല. ഇന്നത്തെ കാലത്ത് വളരെ അധികം എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന ഒന്നാണ്. എങ്കിൽ തന്നെ അതിന്റെ തെറ്റായിട്ടുള്ള ഉപയോഗം മനുഷ്യന്റെ നാശത്തിലേക്ക് സംഭവിക്കും. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് സെർവറിൽ നിന്ന് ഇതിനെ കൺട്രോൾ ചെയ്യുന്നില്ലേ? ദൈവം നമ്മളെ അയച്ചപ്പോൾ വലിയ ഒരു ദൈവം ഉപയോഗമായ ദൈവം സെർവർ പോലെ നമ്മുടെ ജീവിതത്തിന്റെ കാലാകാലങ്ങളിൽ വരുന്ന ബഗിലും അല്ല ഓരോ വൈറസിലും ദൈവവുമായി മറ്റൊരു സെർവറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് ദൈവവചനത്തിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും എപ്പോഴും ആ സെർവറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആ കണക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനില്ല. ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് നന്മ ചെയ്ത് ദൈവത്തിന് പ്രയോജനമുള്ളവരായി, ദൈവത്തിന് ഇഷ്ടമുള്ളവരായി, നിത്യരാജ്യത്തിന്റെ അവകാശങ്ങളായി തീർക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ കേൾക്കുമായിരിക്കും DeepSeek ചൈന കഴിഞ്ഞ വർഷം ഇറക്കി. നിങ്ങളിവിടെ സംസാരിക്കാറുണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ഓർത്തപ്പോഴാണ് നീ എന്താ പറയുക, ഇതുപോലുള്ളവരെ ചർച്ചയും കൊണ്ടുവെക്കാറ്. ഇപ്പൊ തന്നെ നീ അങ്ങനെയല്ലയോ? പാസ്റ്റർ പറയുമ്പോ കൈ വെക്കും, പാസ്റ്റർ കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണടയ്ക്കും, സ്വോത്രം പറഞ്ഞാൽ സ്വോത്രം പറയും. ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനല്ല. നമ്മൾ റോബോട്ടുകളായിട്ടല്ല, മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണം. ഓക്കെ. ആ DeepSeekനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ DeepSeek അന്വേഷിക്കാൻ പോകട്ടെ. ഡീപ്പായിട്ട് നമ്മൾ സീക്ക് ചെയ്യണം. എന്തുവാണ്? ദൈവവചനം, ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഡീപ്പായിട്ട് സീക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? നിങ്ങളെ പണിക്ക് വെച്ച എന്നെ വേണം പറയാൻ. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ചില സഹോദരന്മാരാണ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത്. എന്നോട് എന്തോ ശത്രുത ഉണ്ട്, ആരുടെ പേര് ഞാനിപ്പോ പറയുന്നില്ല. ഓക്കെ. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമല്ല. നമ്മളെ സംബന്ധിച്ച് AI, അഡോണായി, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഓക്കെ. ഇന്ന് ChatGPT പോലുള്ള സാങ്കേതിക നവീകരണങ്ങളെ പലരും ബൈബിൾ സന്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾക്കുമായി പൂർണ്ണമായി ആശ്രയിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ പറയട്ടെ, ഇത് ബൈബിളിന്റെ അടിസ്ഥാനങ്ങൾ അറിയാതെയോ അതിൽ പൂർണ്ണമായി ആശ്രയിച്ചു ഉപയോഗിക്കരുത്. ഇത് നിങ്ങളെ വഞ്ചിച്ചു നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. പിന്നെ ഈ കഥാപാത്രങ്ങൾ ആരെങ്കിലും നിങ്ങളുമായി റിസംബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തികച്ചും യാഥാർത്ഥ്യം മാത്രം. ഞങ്ങൾ ഇവിടെ സ്കിറ്റ് അവസാനിപ്പിക്കും. വളരെ നല്ല രീതിയിലുള്ള സ്കിറ്റ് അവതരിപ്പിച്ച പ്രിയ യുവജനങ്ങൾ, പ്രിയ റോജി ചാൻ, അതുപോലെ തന്നെ ജെറിൻ, എബിൻ തുടങ്ങിയവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവിടെയുള്ള ദൈവസഭയെയും ദൈവദാസനെയും കുടുംബത്തെയും ഈ തരുണത്തിൽ ഓർക്കുകയാണ്. അടുത്തതായി ഫാമിലി സോങ്ങിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഫാമിലി സോങ്ങിന് വേണ്ടിയിട്ട് ബനാർഘട്ട ചർച്ചിൽ നിന്ന് ബ്രദർ സച്ചു ആൻഡ് വൈഫ് ആൻസി, സിസ്റ്റർ ആൻസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ജീവനേ
വളരെ മനോഹരമായി ഫാമിലി സോങ് അവതരിപ്പിച്ച ബ്രദർ സച്ചുവിനും വൈഫ് ആൻസിക്കും നന്ദി അറിയിക്കുകയാണ്. അവിടെയുള്ള ദൈവസഭ, അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ തരുണത്തിൽ ഓർക്കുകയാണ്. ഈ മന്ത്ലി സ്റ്റേറ്റ് YP പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ യുവജനങ്ങൾക്കും സ്റ്റേറ്റ് YPയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതിനുവേണ്ടി അവരെ ഉത്സാഹിപ്പിച്ച YP സെക്രട്ടറിമാർ, ദൈവദാസന്മാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ മന്ത്ലി സ്റ്റേറ്റ് YPയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ഒരു വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മുഖാന്തരമുണ്ട്. നിങ്ങളുടെ സഭകളിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ YP പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ സഭാ YP സെക്രട്ടറി മുഖേന ദൈവദാസന്മാരുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതാണ്. അത് തുടർന്നുള്ള മാസങ്ങളിലുള്ള YP പ്രോഗ്രാമുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ താലന്തുകൾ മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഇതൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ സഹകരണത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ചില അറിയിപ്പുകൾക്ക് വേണ്ടിയിട്ട് YPയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന ഡോക്ടർ വിൽസൺ കെ ചാക്കോയെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു YP പ്രോഗ്രാം നാം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ദീർഘദിവസങ്ങളായി നാം പ്രാർത്ഥിക്കുകയും ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത സ്റ്റേറ്റ് മന്ത്ലി YP പ്രോഗ്രാം ഇന്ന് ഇതിൻ്റെ ആദ്യത്തെ ഓഗസ്റ്റ് മാസത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തന്നതിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഇതിനെ വളരെ ഭംഗിയായി നമ്മുടെ YPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ബ്രദർ ജസ്വിൻ ഷാജി വളരെ ഭംഗിയായി ഇതിനെ നമുക്ക് ഹോസ്റ്റ് ചെയ്യുവാൻ സ്വർഗം കൃപ ചെയ്തു. പ്രിയ ദൈവദാസനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ YP സ്റ്റേറ്റ് പ്രോഗ്രാം, മന്ത്ലി പ്രോഗ്രാം എന്നൊരാശയം ദൈവം ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങളതിനെ വളരെ ദിവസങ്ങളായി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതെങ്ങനെ ഭംഗിയായി ചെയ്യുവാൻ പറ്റുമെന്ന് ഞങ്ങളതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. എല്ലാ വർഷവും നമ്മൾ ഈ YPയുടെ കോമ്പറ്റീഷനുകൾ നടത്തുകയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ താലന്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നാം എപ്പോഴും എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത്. പക്ഷേ അത് ആ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഹോളിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. പക്ഷേ ചിലപ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കുവാനിടയാകും, നമ്മുടെ സഭയിൽ ചില YPയുടെ പ്രോഗ്രാം നടക്കുമ്പോൾ അയ്യോ ഈ പ്രോഗ്രാം നമ്മുടെ സഭയിലുള്ള ചിലപ്പോൾ 40, 50, 100 പേര് അല്ലെങ്കിൽ 200 പേര് മാത്രം കാണുകയാണ്. എന്തുകൊണ്ടാണ് അനേകർ പുറത്തുള്ളവർക്ക് ഇത് കാണുവാൻ ഇടയായാൽ അവർക്ക് ഇതൊരു നല്ലൊരു ഇൻസ്പയറിങ് ആകുമല്ലോ എന്നൊരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകുവാനുണ്ട്. ആ ഒരു ചിന്തയാണ് ഞങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ താലന്തുകൾ ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും കാണുവാൻ യൂട്യൂബ് പോലെയുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ ലോകത്തിലുള്ളവർക്ക് കാണുവാൻ ഇതൊരു നല്ല അവസരമായി തീരും.
അതുകൊണ്ട് നിങ്ങൾ ദയവായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ YP-യിൽ പ്രോഗ്രാമുകൾ അവതരിപ്പാൻ അവർക്കൊരവസരം ലഭിക്കുമ്പോഴെല്ലാം തക്കതായി ഉപയോഗിച്ച് അത് പ്രോപ്പറായി ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി തീരുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, YP ഇല്ലാത്ത ചർച്ചുകൾ, അനേക ചർച്ചുകൾ നമ്മുടെ ഇടയിലുണ്ട്. ആ ചർച്ചുകളിലെല്ലാം സഭാ ശുശ്രൂഷകന്മാരും യുവജനത്തിലുള്ള അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കുന്നവരും ദയവായി ഈ YP പ്രോഗ്രാം നിങ്ങളുടെ സഭകളിൽ സ്റ്റാർട്ട് ചെയ്യുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. YP-യിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. കാരണം യുവജനം നമ്മുടെ അടുത്ത ക്രിസ്തീയ തലമുറയെ ആണ്. ഇപ്പോൾ തന്നെ നാം ഒരു നല്ല അടിസ്ഥാനം അവർക്ക് കൊടുത്താൽ കണിശമായി സ്വർഗത്തിലെ ദൈവം അവരെ തൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അധികമായി ഉപയോഗിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, YP-യിൽ ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മൾ മുന്നോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ മന്ത്ലി YP പ്രോഗ്രാം. അതല്ലാതെ നമ്മൾ YP-യിൽ സ്റ്റേറ്റിൽ പല സ്ഥലങ്ങളിൽ പല 1 day റിട്രീറ്റ് നടത്തുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ആദ്യത്തെ ഒരു പ്രോഗ്രാം ആയി നാം ഹെബ്രിയിൽ വെച്ച് ഈ മാസം തന്നെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ ഹെബ്രി MS ജോയ് പാസ്റ്ററിൻ്റെ സഭയിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്തുവാൻ നാം ആലോചിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദയവായി നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനേക യുവജനങ്ങൾ അതിലേക്ക് കടന്നു വരുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിക്കുവാൻ, നമ്മുടെ യുവാക്കന്മാർ തന്നെ ഒരിക്കൽ കൂടി ഒന്ന് ഇൻസ്പയറായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നിങ്ങൾ ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അതിന് ചുറ്റുപാട്ടിലുള്ള ദൈവസഭകളെല്ലാം ഉത്സാഹിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ ദയവായി നിങ്ങൾ അവർക്ക് ഉത്സാഹം കൊടുത്ത് അവരെ പറഞ്ഞയക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇതിന് ശേഷം നാം പല സ്ഥലങ്ങളിൽ അടുത്ത പ്രോഗ്രാമുകൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഈ പ്രോഗ്രാമുകളെല്ലാം നന്നായി നടത്തുവാൻ, അതിന് ഓപ്പർച്യൂണിറ്റി ലഭിപ്പാൻ ആ സ്ഥലങ്ങളിൽ നാം ബാംഗ്ലൂരിൽ മാത്രമല്ല, ബാംഗ്ലൂരിൻ്റെ പുറത്തും ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനമുള്ള ഈ മേഖലകളിലും കടന്നെത്തുവാൻ, അവിടെയുള്ള കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ വളർത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. തുടർന്നും ഈ YP പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓഗസ്റ്റ് 15 ദിവസം മറക്കരുത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ ദിവസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആമേൻ കർത്താവ് അവരെ അനുഗ്രഹിച്ച് ആമേൻ ആ പ്രോഗ്രാമിൽ കൂടെ മുന്നോട്ട് പോകുവാൻ വലിയവനായ ദൈവം ആമേൻ എല്ലാവരെയും ആമേൻ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ YP-യുടെ എല്ലാ പ്രോഗ്രാമുകളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ആമേൻ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. അറിയിപ്പുകൾ അറിയിച്ച ഡോക്ടർ വിൽസൺ കെ ചാക്കോ YP സ്റ്റേറ്റ് പ്രസിഡന്റിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് YP-യിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഡോക്ടർ വിൽസൺ കെ ചാക്കോ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. സെക്രട്ടറി ആയിട്ട് ബ്രദർ ജസുൻ ഷാജി സേവനമനുഷ്ഠിക്കുന്നു. ട്രഷറായിട്ട് ബ്രദർ സൂരജ് KS ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സായി പാസ്റ്റർ ജോബി സാമുവൽ, പാസ്റ്റർ ജോബിൻ വിൽസൺ, ബ്രദർ ജോസ്ഫി ജോസഫ്, ബ്രദർ സാം തോമസ് ഇവരും YP ബോർഡ് മെമ്പേഴ്സായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ മന്ത്ലി സ്റ്റേറ്റ് YP-യുടെ പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ബോർഡിനോട് അനുബന്ധിച്ച് ബാക്കി റെക്കോർഡിങ്ങും അതുപോലെ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദേവദാസന്മാർ ഇതിൻ്റെ പിന്നണിയിലുണ്ട്.
അവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ സേവനങ്ങൾ ഈ മന്ത്ലി സ്റ്റേറ്റ് YPക്ക് വളരെ അനുഗ്രഹമാണ്. അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മന്ത്ലി സ്റ്റേറ്റ് YP നമുക്ക് പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവ്, ഈ മാസത്തെ മന്ത്ലി സ്റ്റേറ്റ് YP അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി. ഞങ്ങളുടെ ദയക്കായി വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രതികാല കർത്താവ് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളെ, എല്ലാ യുവജനങ്ങളെ ഞങ്ങളുടെ എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ്, നീ അവരെ സഹായിക്കണം കർത്താവെ. അവരുടെ കർത്താവ് താലന്തുകൾ ദൈവനാമമഹത്വത്തിനായി തീരുവാൻ ദൈവമേ ഇടിയാക്കുമാറണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ചർച്ചകളിലെ YP സെക്രട്ടറിമാർ, ഞങ്ങളുടെ ദൈവദാസന്മാരെ എല്ലാം ഞങ്ങളുടെ എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, നീ അവരെല്ലാം സഹായിക്കണം. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കുമാറണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.